പ്രിയമുള്ളവരെ, വചനജ്വാല 1256 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 7 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 33 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സൃഷ്ടാവും പരിപാലകനുമായ ദൈവം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടുത്തെ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിനെ ഒരു പുതിയ കീർത്തന ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പു വിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രത്തെ ഒരുമിച്ചു കൂട്ടി. ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ. ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലോകം ഉണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റിച്ചേർഡ് രാജാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സായിസൺ എന്നറിയപ്പെടുന്നവരുടെ രാജാവാണ് റിച്ചേർഡ്. ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി രാജപദവി ഉപേക്ഷിച്ചതാണെന്നും വിപ്ലവകാരികൾ രാജ്യഭ്രഷ്ടനാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. റിച്ചേർഡിന്റെ 3 മക്കളും വിനിബാൾഡ്, വില്ലിബാൾഡ്, വാർബുക്ക എന്നിവരും വിശുദ്ധരാണ്. 2 മക്കളോടൊപ്പം റോമിലേക്ക് തീർത്ഥാടനം നടത്തി. ഹാബിൾഹാവനിൽ നിന്നും കപ്പൽ കയറി ഫ്രാൻസിന്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങി. റുവൈനിൽ ദീർഘകാലം ഭക്താഭ്യാസങ്ങൾ ചെയ്ത് തീർത്ഥകേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്നും തിരിച്ച് ലൂക്കായിൽ വരികയും അവിടെ വെച്ച് പെട്ടെന്ന് മരിക്കുകയുമാണ് ചെയ്തത്. മൃതദേഹം അവിടെ തന്നെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ലൂക്കായിൽ ഭക്തിപൂർവം വണങ്ങി വരുന്നു. ജീവിതകാലത്ത് തൻ്റെ പ്രാർത്ഥന വഴി ഗുരുതരമായ രോഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ സുഖപ്പെടുത്തി. തൻ്റെ മകൻ വില്ലിബാൾഡ് മരിക്കാറായി എന്ന് സർവരും പറഞ്ഞപ്പോൾ ഒരു കുരിശ് നാട്ടി അതിനരികെ കുട്ടിയെ കിടത്തി പ്രാർത്ഥിക്കുകയും കുട്ടി അത്ഭുതകരമായി സുഖപ്പെടുകയും ചെയ്തു. വിശുദ്ധ റിച്ചാർഡിന്റെ തിരു അവശിഷ്ടങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് പല അത്ഭുത സഹായവും ഇന്നും ലഭിക്കുന്നുണ്ട്. പ്രിയരെ, നമുക്കും വിശുദ്ധ റിച്ചാർഡിന്റെ മധ്യസ്ഥം യാചിച്ച്
ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.